ഇപ്പം ശാന്തി സാറ് പറഞ്ഞില്ലേ, അത് പ്രസംഗമല്ല. അത് പുള്ളി അങ്ങ് പറഞ്ഞു പോയത് വർത്താനം പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോയി. ആ പോക്കിനൊരു പോക്ക് കണ്ട, അതൊരു കലയാണ്. അങ്ങനെയൊന്നും പറയാനൊന്നും അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പം ഉപ്പിട്ട കടല തിന്നാൻ പറ്റിയില്ല, വഴിക്കിറങ്ങി നടക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. ഞാൻ നാൽഷായ്ക്കാടെ പടത്തിനകത്ത് ഒരു പടത്തിനകത്തില്ല. ഇപ്പം പിഷാരുടെ ഇവിടെ പറഞ്ഞു അവന് ഒരു പടത്തിൽ വിളിച്ചിട്ട് ബാക്കി ഒരു പടത്തിലും വിളിച്ചില്ല. എന്നാണോ ഒരു പടത്തിൽ വിളിച്ചില്ല ആദ്യത്തെ, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പടത്തിലും എന്നെ വിളിക്കില്ല. എന്നാണെന്നറിയാൻ മേല, അത് എന്നാണോ അല്ല കുടുംബമൊക്കെ ഇരിപ്പുണ്ടേ അവരോട് ചോദിക്കാൻ ഒരാലോചന പോലും നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും എനിക്ക് നാൽഷായ്ക്കാട് ഒരു പടത്തിനകത്ത് എനിക്കൊരു വേഷം കിട്ടിയിട്ടുണ്ട്. ഞാൻ മര്യാദയായിട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പം ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൂട്ടുകാരായിട്ടും അതിനകത്ത് പ്രവർത്തിച്ച ആൾക്കാരും എല്ലാവരും ഇങ്ങനെ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തല്ലേ, നമ്മൾ വർക്ക് ചെയ്ത സാധനത്തിനെക്കുറിച്ച് നമ്മളൊന്നും പറയുമല്ലോ. ഞാൻ എൻ്റെ വിശ്വാസം അന്നും ഇന്നും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സിനിമ എത്ര കോടിയുടെ സിനിമ എടുത്താലും നല്ല ചെറിയ സിനിമ എടുത്താലും അടിസ്ഥാനമുള്ള സിനിമയ്ക്കും നല്ല കഥയുള്ള സിനിമയ്ക്കും ജനം കണ്ട് അതിന് മറുപടി തരുമ്പോഴാണ് നമ്മൾ വലിയ സിനിമ എടുത്തെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ സിനിമ ഇപ്പം നമ്മളൊരു വലിയ സിനിമ എന്നും പറഞ്ഞ് നമ്മൾ ഇറക്കുന്ന അങ്ങനെ ഒരു സിനിമയല്ല. ഞങ്ങളുടെ ഒരു നാൽഷായ്ക്കാട് സാധാരണ കാണാറുള്ള ഒരു പടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു റൂട്ടിലേക്ക് എല്ലാ പടവും ഒരുപോലെ ഇരിക്കുള്ളൂ. മാജിക് മഷ്റൂമിൽ ഞാനും ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അത് നായകൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നായികയുടെ അച്ഛൻ എന്നെ നോക്കി ചെറിയ എന്തോ ഒക്കെ ഞാൻ പറയുന്നൊന്ന് കോപ്പി അടിച്ച് പറഞ്ഞാലെന്നൊക്കെ. നായികയുടെ അച്ഛനല്ലേ അത്? അല്ല അവനപ്പുറം നിൽക്കട്ടെ. ഞാൻ നിന്നെ എന്ന് വന്ന് തൊട്ടപ്പോ നീ എന്നാ പറഞ്ഞ എന്നെ പേര് തുടർന്നല്ലേ? ഞാൻ അവിടെ അഭിനയിക്കുന്ന തൊട്ടപ്പോ പറയാ തുടർന്ന അങ്ങനെ. ആ സീരിയസ് തന്നെ നടക്കിരിക്കാൻ എനിക്കവനെ കാണണ്ട. അതിന് നീ പറയണ്ട ശരിയല്ല. പടം കാണുമ്പോ അറിയാം ഒരു യുദ്ധമൊക്കെ ഉണ്ട്.